എൻ്റെ പേര് ബിജു ചെറിയാൻ മണലേത്ത്. ഞാൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത് അപ്ഗ്രഡേഷൻ ഇൻ സെയിൽസ് എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ ബിസിനസ്സിലും സെയിൽസിലും ഒക്കെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രോത്തിനെ പറ്റിയും ബിസിനസ് ഗ്രോത്തിനെ പറ്റിയും ഒക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന വേർഡാണ് എന്താണ് അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത്, അല്ലേ? നവീകരണം എന്നാണ് അതിൻ്റെ മലയാളം, നവീകരണം. അപ്പോൾ സെയിൽസിൽ എന്താണ് നവീകരണം കൊണ്ടുവരേണ്ടത്? സെയിൽസിൽ നവീകരണം അല്ലെങ്കിൽ സെയിൽസിൽ അപ്ഗ്രഡേഷൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? 2025 നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചുറ്റുപാടും ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് പല കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അതായത് നമ്മൾ ഇന്നലകളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലോകത്ത് സംഭവിക്കുന്നത്. അതായത് പ്രവചനാതീതമായ കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പുതിയതായിട്ട് വരുന്നു. അപ്പോൾ അവിടെയൊക്കെയോ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതാണ് അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത്. ഈ അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമുണ്ടായ കാലഘട്ടം മുതൽ തന്നെ ഈ അപ്ഗ്രഡേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എവല്യൂഷൻ എന്ന് പറയും. കാലഘട്ടം അനുസരിച്ച് മാറ്റങ്ങൾ, ഒന്നും സ്ഥായിയല്ല. ഇവോൾവ് അല്ലെങ്കിൽ ഇവല്യൂഷൻ എന്ന് പറയുന്ന സ്ഥായിയായിട്ട് നിൽക്കാത്തതിന്റെ ഫലമായിട്ട് എന്താണ് നമ്മുടെ ചുറ്റുമുള്ളത്? എന്ത് നടക്കുന്നു? അവിടെ അപ്ഗ്രഡേഷൻസ് നടക്കുന്നു. മനുഷ്യരിൽ അപ്ഗ്രഡേഷൻ നടക്കുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ അപ്ഗ്രഡേഷൻ നടക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഈ പറയുന്ന വിവിധ മേഖലകളിൽ അപ്ഗ്രഡേഷൻസ് നടക്കുക.